ഗൈസ് വെൽക്കം ടു ഹർഷാസ് വ്ലോഗ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ചക്കക്കുട്ടനെ കണ്ടു. അപ്പം വലിയ ചക്കയായിരുന്നു കണ്ടത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ആ വലിയ ചക്ക എടുത്തുകൊണ്ട് വരാൻ മഹേഷേട്ടന് പറ്റില്ല. അപ്പോൾ താങ്ങാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് അവിടെ മുറിച്ച് വെച്ചിരുന്ന ഒരു ചക്കയാണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ബൈക്കിൽ പിടിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ദാ കിടക്കണു ചക്ക. പിന്നെ അവിടുന്ന് താങ്ങിപ്പിടിച്ച് അച്ചുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ എന്നിട്ട് കൊണ്ടുവന്നു. ഇനി നമുക്കിത് എങ്ങനെ പൊളിക്കാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നേ, പക്ഷെ എന്നാലും രസമല്ലേ. കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. എനിക്ക് മഹേഷേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരെണ്ണം പൊളിച്ചെടുക്കാം ഗൈസ്. ഹായ്, സൂപ്പർ. കണ്ടല്ലോ, ആഹാ, അതെനിക്കുള്ളതാ. അപ്പോൾ ഗൈസ് ഒരെണ്ണം കിട്ടി. അവർ വരുന്നതിന് മുന്നേ എനിക്ക് ക്ഷമയില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യമ്മി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാൻ കഴിച്ചു. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. സോ ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കത്തിക്കകത്തും കയ്യിലും ഒക്കെ തേക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ കറ, അതായത് അതിൻ്റെ പശപ്പുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ കത്തിക്കകത്തൊക്കെ പുരട്ടി നമ്മൾ എന്നിട്ട് ചക്ക വെട്ടാൻ തുടങ്ങി. അങ്ങനെ കണ്ടം തുണ്ടമായിട്ട് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹേഷേട്ടൻ. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ നടുക്കുള്ള സംഭവം നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കണം. അപ്പം നമ്മൾ വെട്ടുകത്തിയും പിന്നെ ചെറിയ കത്തിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തു. അപ്പോഴേക്കും അതിനകത്തുനിന്നൊരു ചക്കക്കുരുവൊക്കെ ചാടിയപ്പോൾ കുഞ്ഞൻ ചോദിക്കുന്നത് എന്താ അമ്മ എന്ന്. അവനിതൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ പറിച്ച് കഴിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റൊക്കെ. അങ്ങനെ നമ്മൾ ചുളകളൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനത് മുറിക്കുക, ഞങ്ങളത് കഴിക്കുക. വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ അതിന്ന് ചെറുതായിട്ടിങ്ങനെ നമ്മൾ പൊളിച്ചെടുത്തു. അപ്പം ഈ ചക്ക കൊണ്ട് പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ചക്ക വഴറ്റി ഉണ്ടാക്കാം. ചിലർ ഇതിൻ്റെ ഫുൾ പഴുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ചിലർ പുഴുക്കുണ്ടാക്കും, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചക്കയുടെ ഒരു ഭാഗവും നമ്മൾ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ അതിൻ്റെ ആ തൊലിയുണ്ടല്ലോ, ആ മുള്ളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അത് പശുവിന് കൊടുക്കും. പിന്നെ ചക്കക്കുരു, ആ കുരു പോലും നമ്മൾ വേസ്റ്റ് ചെയ്യില്ല. കുരു എടുത്തിട്ടാണെങ്കിൽ നമ്മൾ തീയൽ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാക്കും. അപ്പം ഞാൻ ഈ കുരു എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഞാനൊരു കണ്ടെയ്നറിനകത്തോട്ട് ഈ ചുള മാത്രം എടുത്ത് മാറ്റുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു ഹാവ്. അങ്ങനെ കുട്ടികൾ ഓരോന്നോരോന്നായിട്ട് അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളിത് നിറയ്ക്കാൻ നോക്കുന്തോറും ഇവരിതിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ കുരുവും ഇതുമൊക്കെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കുരു കൊണ്ട് നമുക്ക് തീയലുണ്ടാക്കാം. അത് നല്ല ടേസ്റ്റായിരിക്കും. കുറച്ചും മുരിങ്ങയ്ക്കായും പിന്നെ തേങ്ങ ഒക്കെ വറുത്തിട്ട് നമ്മുടെ സൈഡിലേക്കൊക്കെ ഉള്ളൊരു സംഭവമാണ് തീയൽ. അങ്ങനെ ഞാൻ കുരുവും ഇതുമൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ മമ്മിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ഞാൻ മമ്മിക്ക് കുരു ഫുൾ ഞാൻ കൊടുക്കുക, ബിക്കോസ് എനിക്ക് തീയലൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ എൻ്റെ മമ്മി ഒരു സൂപ്പർ തീയലും തോരനും ഒക്കെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. മെഴുക്കുവരട്ടിയൊക്കെ സൂപ്പറായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ചക്കക്കുരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചക്ക കഴിച്ച് എൻജോയ് ചെയ്യുക. ചക്ക കിട്ടാത്തവർ വിഷമിക്കേണ്ട. അടുത്ത സീസണിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ടിൽ ദെൻ ബൈ.